Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ ഓരോ സബ്ജക്ട്സിന്റെയും സിലബസ് അനാലിസിസ് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ റിവ്യൂ എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ പുതിയൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി 2 സബ്ജക്ട്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്പർ 1 പ്രാക്ടിക്കൽ ടാക്സേഷൻ, നമ്പർ 2 ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്ട്സ് ആണ് ബിസിനസ് അനലിറ്റിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ സിലബസ് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ പ്രസന്റേഷൻ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഓൺലൈനായിട്ട് അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മൾ M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ ക്ലാസ്സസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, പ്രാക്ടിക്കൽ ടാക്സേഷൻ, ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഒരുപാട് കുട്ടികൾ ചോദിച്ചു, സ്റ്റഡി മെറ്റീരിയൽ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, എപ്പോഴായിരിക്കും കിട്ടാൻ സാധ്യത, കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോസ്പെക്ടസിൽ സിലബസ് മാത്രമാണ് അവൈലബിൾ ആവുക. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ കിട്ടി വരുമ്പോൾ അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ പകുതിയൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് എക്സാമൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഈ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ബിസിനസ് അനലിറ്റിക്സ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ വരുന്നത്. സിലബസ് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോകാം. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 4 ബ്ലോക്കായിട്ട്, എല്ലാ സബ്ജക്റ്റിലും നമുക്ക് 4 ബ്ലോക്സ് ആണ് വരുന്നത്. 4 ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് നമ്പർ 1 ബിസിനസ് അനലിറ്റിക്സ് ആണ് ആദ്യത്തെ ബ്ലോക്ക് വരുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് എന്റർപ്രൈസ്, ദെൻ അനലിറ്റിക്സ് എന്ന് പറഞ്ഞുള്ള രണ്ടാമത്തെ യൂണിറ്റ്. ദെൻ ബ്ലോക്ക് 2 ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ്, അതിൽ 2 യൂണിറ്റ് ആണ്. ഡിജിറ്റൽ ഡാറ്റ ആദ്യത്തെ യൂണിറ്റ്, ദെൻ BI കോമ്പോണൻസ്, ദെൻ അതിനുശേഷം ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡാറ്റ മോഡലിംഗ്, അതിൽ 2 യൂണിറ്റ്. ഡാറ്റ വെയർഹൗസ്, ഡാറ്റ മോഡലിംഗ് ആണ്. ദെൻ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ആണ് ലാസ്റ്റ് ബ്ലോക്കിൽ, അതിൽ റിപ്പോർട്ടിംഗ് പെർസ്പെക്റ്റീവ്, ദെൻ ബിസിനസ് പെർഫോമൻസ് മെഷർമെൻറ്റ് ടൂൾസ്, പെർഫോമൻസ് അനാലിസിസ്. ഇതാണ് 4 മൊഡ്യൂള് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികൾ മിക്കതും പഠിക്കാത്ത ഏരിയ ആണ്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്ന് പറഞ്ഞുള്ളൊരു സബ്ജക്റ്റിലാണ് നിങ്ങൾ പല കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് അതിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക, കമ്പയറിങ് വിത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കിതിൽ പാസ്സാക്കാൻ സാധിക്കുള്ളൂ. ടെക്നിക്കൽ ആയിട്ടുള്ള ടേമുകൾ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽസിലോട്ട് 1 by 1 ആയിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്, ബിസിനസ് അനലിറ്റിക്സ് ബ്ലോക്ക് 1. അതിൽ ബിസിനസ് എൻ്റർപ്രൈസ് ആണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയണ ഈ ഒരു മൊഡ്യൂളിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ടെക്നോളജിയെ ബിസിനസ്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് എന്താണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, ദെൻ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്, ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ. പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഓക്കെ, ദെൻ ഓണ്ടർപ്രണർഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ദെൻ ഫിനാൻസ് ഫങ്ഷൻ, ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഫങ്ഷൻസ് ബിസിനസ്സിലുള്ളത്. അക്കൗണ്ടിങ് ഫങ്ഷൻ, ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ മാർക്കറ്റിംഗ് ഫങ്ഷൻ, ബേസിക്സ് ആണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. ദെൻ അതിനുശേഷം കോർ ബിസിനസ് പ്രോസസ്സ്, ബിസിനസ്സിൻ്റെ പ്രോസസ്സ്. ഈ പറയുന്ന ഓരോ മേഖലയിലും
നമുക്ക് ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷൻ ആണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബേസിക്സിനെ പറ്റി പറയുന്നു. കണ്ടോ, അഗെയിൻ മാർക്കറ്റിംഗിന്റെ പ്രോസസ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ദെൻ അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏരിയസിലോട്ട് വരുന്നു. യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ. ബേസിക്സ് ആദ്യം പറഞ്ഞു, അതിനുശേഷം ടെക്നോളജിയും ബിസിനസ്സും തമ്മിലുള്ള ഇന്റഗ്രേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ മനസ്സിലാക്കേണ്ടത്. എക്സാമിന് എസ്സേക്കും 5 മാർക്കിന്റെ ചോദ്യത്തിലൊക്കെ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ടോപ്പിക്കാണത്. കണ്ടോ, അതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഗ്ലോബൽ റീച്ച്, ലോക്കൽ റീച്ച്, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുക, പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്. ദെൻ അനലറ്റിക്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഈ എല്ലാ മേഖലയിലും ടെക്നോളജിയുടെ യൂസേജിനെയാണ് നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കാനുള്ള. ഓൺലൈൻ പേയ്മെന്റ് ട്രാൻസ്ഫേഴ്സ്, റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ്, ഇതിനൊക്കെ നമ്മളിപ്പോൾ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. AI സാങ്കേതിക വിദ്യയുടെ അല്ലേ, അതാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് നമുക്ക് നെക്സ്റ്റ്. ഇപ്പോൾ ആദ്യം ബേസിക്സ് പറഞ്ഞു, അതിനുശേഷം ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഇൻ ബിസിനസ്, അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. AI കസ്റ്റമർ സർവീസിൽ കാണാം, ടാർഗറ്റഡ് മാർക്കറ്റിംഗ് അല്ലേ, ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെ, നമ്മൾ ഒരു ഏരിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് റിസൾട്ടായിട്ട് വരുന്നു, നമുക്ക് അറിയുന്നതാണ്. AI ടെക്നോളജി, ടാർഗറ്റഡ് മാർക്കറ്റിംഗ്, നമ്മൾ ചിന്തിക്കുന്നത് പോലും ഇപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഇലോൺ മസ്ക് ഇതിനേക്കാൾ മുമ്പുള്ള ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിലോട്ട് പോകുന്നില്ല, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ടെക്നോളജി അത്രത്തോളം കൂടുതലാണ്. ടാർഗറ്റഡ് മാർക്കറ്റിങ്ങിൽ ഇതിൻ്റെ ഒരു സാധ്യത, ഇതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. AI, ദെൻ അനലറ്റിക്സ് എന്താണ്, CRM, അതിനുശേഷം കാണാം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇവിടെ ഒക്കെ ടെക്നോളജിയുടെയും AIയുടെയും ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ദെൻ അതിനുശേഷം എന്റർപ്രൈസ് റിസോഴ്സസ് പ്ലാനിങ്, ERP, അത് ഡിഗ്രിക്കല്ല, നമുക്ക് ഡിഗ്രിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ടായിരുന്നു. MCOM ആദ്യത്തെ സിലബസിൽ ERP ഉണ്ടായിരുന്നതാണ്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ERP എന്താണ്, ദെൻ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് ഓഫ് ERP സിസ്റ്റം, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അതിനുശേഷം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സിസ്റ്റംസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. പല മൊഡ്യൂൾസ് ഇതിലുണ്ട്. നമ്മളിത് 1 by 1 ആയിട്ട് ഇനി ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ പറയും. ഇതിപ്പോൾ നമുക്ക് ഓവറോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഓക്കെ, മാർക്കറ്റിങ്ങിൽ ഇതിൻ്റെ യൂസേജ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പ്രോസസ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ കണ്ടത്, ഫസ്റ്റ് യൂണിറ്റ്. മൂവിങ് ടു ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അനലറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് ഡാറ്റ. അനലറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഡാറ്റ വേണം. ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റി അതിൻ്റെ ബേസിലാണ് ഒരു ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഡാറ്റ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ, ബേസിക്സിൽ നിന്ന് വരുന്നു. ഫോമാറ്റ്സ് ഓഫ് ഡാറ്റ, ഡാറ്റ ക്ലാസിഫിക്കേഷൻ, ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ, ഓക്കെ, ഇൻഫർമേഷൻ എന്താണ്, ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഫർമേഷൻ്റെ ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ. പിന്നെ ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അനലറ്റിക്സ് എന്താണ്, ഡാറ്റ അനലറ്റിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഡാറ്റ അനലറ്റിക്സ്, പലതരത്തിലുള്ള അനലറ്റിക്സ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സ്, അതിൻ്റെ കോഴ്സസ്, പ്രഡിക്റ്റീവ് അനലറ്റിക്സ്, കോഗ്നറ്റീവ് അനലറ്റിക്സ്, പലതരത്തിലുള്ള അനലറ്റിക്കൽ സോഫ്റ്റ്വെയർ 5 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ, സെക്കൻഡ് യൂണിറ്റിൽ കാണാനുള്ള. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ബ്ലോക്കിൽ ഉള്ള 2 ചാപ്റ്റേഴ്സിലോട്ടാണ് കിടക്കേണ്ടത്. ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക്. അതിൽ 2 ചാപ്റ്റേഴ്സ്, ഡിജിറ്റൽ ഡാറ്റയും BI കോമ്പോണൻസും. ഇപ്പോൾ ഡിജിറ്റൽ ഡാറ്റയെ പറ്റിയിട്ടാണ് നമുക്കിതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഡിജിറ്റൽ ഡാറ്റ, അതിൻ്റെ ബേസിക്സ് നമുക്ക് ആദ്യം നോക്കിയാൽ കാണാം. ഡിജിറ്റൽ ഡാറ്റ എന്താണ്, സ്ട്രക്ചേർഡ് ഡാറ്റ, അൺസ്ട്രക്ചേർഡ് ഡാറ്റ, ഡിജിറ്റലിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സെമി സ്ട്രക്ചേർഡ് വരുന്നു. അതിനുശേഷം ദെൻ OLTP ആൻഡ് OLATP, ഇതാ പറഞ്ഞ ഈ ഏരിയാസ് ഒന്നും നിങ്ങൾ അധികം ടച്ച് ചെയ്യാത്ത ഏരിയാസ് ആയിരിക്കും, പുതിയതായിട്ടുള്ളതാണ്.
ഡിഗ്രിയിൽ നിങ്ങൾ അധികം പഠിക്കാത്തത്. ഇതിൻ്റെ ഡിഫറൻസ് മൾട്ടി ഡയമെൻഷണൽ OLAP, അതിൻ്റെ കീ പോയിന്റ്സ്, then important factors to be considered when implementing multi-dimensional OLAP, മറ്റൊരു ടോപ്പിക്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. ഇതൊക്കെ 5 മാർക്സിന് കണ്ടുവരാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. 5 മാർക്കിന് മാത്രമല്ല 2 മാർക്സിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിലേഷണൽ OL, പിന്നെ കീ പോയിന്റ്സ് ഇതിലുള്ളത്, ഹൈബ്രിഡ് OLAP, ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ ഏരിയാസ് ആയിരിക്കും. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിച്ചുള്ളൂ, ഇതൊക്കെ പുതിയതുകളാണ്. ഓക്കെ, ഇതിനെ പറ്റിയുള്ള എൻറ്റയർ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അതിനുശേഷം DSS, EAS, MAS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് 2 മാർക്സ് 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇതിൻ്റെ ഇവല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, then components of a decision support system. നെക്സ്റ്റ് വരുന്നു ഫീച്ചേഴ്സ് ഓഫ് EAS, മറ്റൊരു ടോപ്പിക്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാനുണ്ട്. MAS, EAS, DSS ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് 3 പാർട്ടിലും 2 മാർക്സ് 5 മാർക്സ് എസ്സേക്ക് 3 പാർട്ടിലും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, വരാറുണ്ട്. അഡ്വാൻറ്റേജസ് അതിനെ പറ്റിയിട്ടുള്ളത് MASന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. ഡിജിറ്റൽ ഡാഷ്ബോർഡ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റിൽ കാണാനുള്ള. ഇനി നെക്സ്റ്റ് വരുന്ന BI കോമ്പോണൻസ്. ബിസിനസ് ഇൻ്റലിജൻസിനെയാണ് നമ്മൾ BI എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. ബിസിനസ് അനാലിസിസ് ആൻഡ് ബിസിനസ് ഇൻ്റലിജൻസ്, ഇതിനെപ്പറ്റിയുള്ള ഡിഫറൻസസ്, അതാണ് പിന്നെ നമുക്ക് നോക്കാനുള്ള. ഓക്കെ, 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ 2 മാർക്കിൻ്റെയിലൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് ചോദിക്കാറുള്ളതാണ്. മേജർ കോമ്പോണൻസ് ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ എന്തൊക്കെയാണ്, ഡാറ്റ മൈനിങ്, ഇതൊക്കെ 5 മാർക്സ് ചോദ്യങ്ങളാണ് കേട്ടോ. ഡാറ്റ വിഷ്വലൈസേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനേ വരും വീഡിയോസിൽ. പ്രഡിക്റ്റീവ് അനലറ്റിക്സ് എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ BI ആൻഡ് മോഡേൺ BI, ബിസിനസ് ഇൻ്റലിജൻസ്. നമ്മുടെ ഡിഗ്രിക്കൊക്കെ ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ് എന്നുള്ളത് ഒരു 2 മാർക്സിൻ്റെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ബെനഫിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. ദെൻ ബിസിനസ് ലെയർ എന്താണ്, റിപ്പീറ്റ് ചോദ്യമാണ്. അഡ്മിനിസ്ട്രേഷൻ ലെയർ എന്താണ്, ഇംപ്ലിമെന്റേഷൻ ലെയർ എന്താണ്, യൂസസ് ഓഫ് BI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, എക്സാമിന് പ്രതീക്ഷിക്കാം. ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്, ദെൻ പ്രോസസ് ഇംപ്രൂവ്മെന്റ്, അതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഈ ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ആണ് കേട്ടോ. ഇതൊക്കെയാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് പിന്നെ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ, സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ള. ഇനി തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഡാറ്റ ഇൻറ്റഗ്രേഷൻ ആൻഡ് മോഡലിംഗ്, ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ള. അതിൽ 2 ചാപ്റ്റർ 2 യൂണിറ്റ്, ഡാറ്റ വെയർഹൗസ് ആൻഡ് ഡാറ്റ മോഡലിംഗ്. സോ അതിലാദ്യം ഡാറ്റ വെയർഹൗസ് എന്താണ്, ഡാറ്റ വെയർഹൗസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഡാറ്റ വെയർഹൗസ്, ഓക്കെ, അതിൻ്റെ ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ വെയർഹൗസ് ആണ് ആദ്യമുള്ള. ഡാറ്റ മാർട്ട്, ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ മാർട്ട്, ഇതൊക്കെ നിങ്ങൾ പുതിയ ടേമുകൾ പലതും നിങ്ങൾ കേൾക്കാത്തതുണ്ടായിരിക്കും. ഡാറ്റ വെയർഹൗസും ഡാറ്റ മാർട്ടും നമ്മൾ. ഡാറ്റ മാപ്പിംഗ് 2 മാർക്സിനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. പിന്നെ ഡാറ്റ സ്റ്റാഗിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഫിഗേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡാറ്റ ഇൻറ്റഗ്രേഷൻ. ഓക്കെ, നോക്കൂ ഡാറ്റ ഇൻറ്റഗ്രേഷൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ് ഓഫ് ഡാറ്റ ഇൻറ്റഗ്രേഷൻ, അപ്രോച്ചസ് ഓഫ് ഡാറ്റ ഇൻറ്റഗ്രേഷൻ, then extract, transform and load, ETL,
data, then middleware integration, issues in data integration, data warehouse full details നമുക്കപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ടെക്നിക്സ് ഓഫ് ഡാറ്റ ഇൻ്റഗ്രേഷൻ, ഡാറ്റ പ്രൊഫൈലിംഗ് എന്താണ് മറ്റൊരു ടോപ്പിക് ഇതിൽ വരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ പ്രൊഫൈലിംഗ്, ഡാറ്റ ക്വാളിറ്റി ഡയമെൻഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റിൽ മനസ്സിലാക്കാനുള്ള. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡാറ്റ മോഡലിംഗ് ആണ്. സോ ഡാറ്റ മോഡലിങ്ങിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡാറ്റ ബേസിനെ പറ്റിയിട്ടും ഡാറ്റ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS, അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഡാറ്റ എൻറ്റിറ്റി എന്താണ്, ഡാറ്റ എൻറ്റിറ്റി കേപ്പബിലിറ്റി, അതിനുശേഷം ഓക്കെ ദെൻ മാപ്പിംഗ് എന്താണ്, കണ്ടോ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ പുതിയതായിട്ടുള്ളതായിരിക്കും. ഡാറ്റ മോഡൽസ്, ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ്, ലോജിക്കൽ ഡാറ്റ മോഡൽസ്, ഫിസിക്കൽ ഡാറ്റ മോഡൽസ്, ഡാറ്റ മോഡലിംഗ് ടെക്നിക്സ് എന്താണ്, ഓക്കെ നോർമലൈസേഷൻ, പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോർമൽ ഫോം, ദെൻ ബെനഫിറ്റ്സ് ഓഫ് സ്റ്റാർ സ്കീമാസ്. ഈ പറയുന്ന ഏരിയാസ് ഒക്കെ പുതിയതാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല. സ്നോഫ്ലേക്ക് സ്കീമ, അതിൻ്റെ ബെനഫിറ്റ്സ്, ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റ് മൊഡ്യൂൾ ബ്ലോക്ക് 3 ഇനി ലാസ്റ്റും ബ്ലോക്ക് 4 ആദ്യത്തെ ചാപ്റ്റർ എന്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ആണ് ബ്ലോക്ക് 4 വരുന്നത്. അതിൽ ആദ്യത്തെ 3 യൂണിറ്റ് ആണ്. നമ്പർ 1 റിപ്പോർട്ടിംഗ് പെർസ്പെക്റ്റീവ്, ദെൻ ബിസിനസ് പെർഫോമൻസ് മെഷർമെന്റ് ടൂൾസ്, ദെൻ പെർഫോമൻസ് അനാലിസിസ്, ഇതാണ് വരുന്നത്. അതിൽ ആദ്യത്തെ റിപ്പോർട്ടിംഗ് പെർസ്പെക്റ്റീവ് ആണ്. സോ അതിന് ഇൻട്രൊഡക്ഷൻ, റിപ്പോർട്ടിംഗ്, ബിസിനസ് റിപ്പോർട്ട് എന്താണ്, SAക്ക് മിക്ക പേപ്പറിലും വരാറുള്ള ഒരു കാര്യമാണ് ബിസിനസ് റിപ്പോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ ഡിസിഷൻ മേക്കിംഗ്, അതിൽ എന്റർപ്രൈസ് റിപ്പോർട്ടിംഗ് എന്താണ്, ടൈപ്സ് ഓഫ് എന്റർപ്രൈസ് റിപ്പോർട്ടിംഗ് അതിനെ പറ്റിയിട്ടുള്ളത്, ദെൻ ബെനഫിറ്റ്സ് ഓഫ് എന്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. ഇതൊക്കെ SA 5 മാർക്സ് ചോദ്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നത്തെ ഏരിയയിൽ വരുന്നു. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ പ്രാക്ടീസസ്, പിന്നത്തേൽ ഡാറ്റ മൈനിങ് 2 മാർക്സിൻ്റെ റിപ്പീറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ആ യൂണിറ്റിൽ നോക്കാനുള്ള. ഇനി നെക്സ്റ്റ് ബിസിനസ് പെർഫോമൻസ് മെഷർമെന്റ് ടൂൾസ്, ബിസിനസ് പെർഫോമൻസിൻ്റെ മെഷർമെന്റ് അല്ലേ, നമുക്ക് മെഷർ ചെയ്യാനുള്ള ടൂൾസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. KPI ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. KPI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOMലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള KPIനെ പറ്റിയിട്ടുള്ളത് മെഷർമെന്റ്. അത് പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ബാലൻസ് സ്കോ കാർഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അഗെയിൻ ഷുവർ ക്വസ്റ്റ്യൻസിൽ വരുന്നൊരു ഏരിയ ആണ് ഇതൊക്കെ. ബിസിനസ് പ്രോസസ്, KPIയും ബാലൻസ് സ്കോ കാർഡൊക്കെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ള ബാലൻസ് സ്കോ കാർഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഡാഷ്ബോർഡ്സ് അത് വരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്ബോർഡ്, പിന്നെ ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ കാണാനുള്ള. ഇനി ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് പെർഫോമൻസ് അനാലിസിസ് ആണ്. സോ എന്താണ് പെർഫോമൻസ് അനാലിസിസ്, ഇൻട്രൊഡക്ഷൻ, സ്റ്റെപ്സ് അതിൻ്റെ വരുന്നത്. ഞാൻ പറഞ്ഞു SAക്ക് വരാറുള്ളതാണ് കണ്ടോ. SA ഒരു ടോപ്പിക്കാണ്. 5 മാർക്കിൻ്റെയിലും ഫണൽ റിപ്പോർട്ടിംഗ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കാണാറുള്ളതാണ്. അതിൻ്റെ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷം സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരാറുണ്ട് കേട്ടോ. കണ്ടോ ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പിക്ക്. ഫീച്ചേഴ്സ് ഓഫ് എന്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസ് അതിൻ്റെ വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിലൂടെയാണ് പോയേ അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എത്രത്തോളം ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഡിഗ്രിക്ക് നിങ്ങൾ നോക്കിയ കാര്യങ്ങൾ മാത്രമല്ല, അപ്പോൾ വെറുതെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പോലത്തെ കാര്യങ്ങളല്ല.
IT-യും ബിസിനസ്സും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് എടുക്കണം. നിങ്ങൾ സാധാരണ മാർക്കറ്റിംഗ് പഠിച്ച് എഴുതുന്ന പോലെ നമുക്ക് ആ രീതിയിൽ എഴുതാൻ സാധിക്കില്ല. കാര്യങ്ങൾ ടെക്നിക്കൽ ആയുള്ള ടേംസുകൾ കുറേ ഉള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് തന്നെ അതിലൊക്കെ പറയാനുള്ളൂ. ദെൻ ഇതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ചില ഏരിയാസ് വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള റെഫറൻസ് ബുക്കുകൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് ആ രീതിയിൽ ക്ലാസ്സസ് നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇനി 2 സബ്ജക്ട്സും കൂടി നമുക്ക് ഇതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനും സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യങ്ങളിലൂടെ പോകാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ 2 സബ്ജക്ട്സിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.